ഗൈസ് ഇവിടെ അമ്പു ഹലോ, ഐ ആം ലക്ഷ്മി. വെൽക്കം ടു മൈ ചാനൽ. അങ്ങനെ നമ്മൾ കണ്ണൂരെത്തി. വിചാരിച്ച പോലെ അത്ര ഉറങ്ങാനൊന്നും പറ്റിയില്ല. ഇറങ്ങാറായപ്പോഴാണ് ഞാൻ നന്നായിട്ടൊന്ന് ഉറങ്ങിയത്. അപ്പം കണ്ണൂരെത്തിയതിൻ്റെ പ്രതീതിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം പോകുന്ന വഴിക്ക് ഫുള്ള് ഈ സഖാക്കളുടെ കുടികളും സ്മാരകങ്ങളും, എന്തിന് ബസ് സ്റ്റോപ്പ് പോലും ഓരോ സ്മാരകങ്ങളായിരുന്നു. അപ്പോൾ ദേ നമ്മൾക്ക് പോവേണ്ട അല്ലെങ്കിൽ നമ്മളെടുത്തിരിക്കുന്ന റൂം ഇവിടെ നിന്നൊരു 100 മീറ്ററേ ഉള്ളൂ. പക്ഷേ അപ്പോഴേക്കും നല്ല അടിപൊളി മഴ പെയ്തു. അങ്ങനെ ഞങ്ങൾ ദേ കണ്ണൂരിൽ കാല് കുത്തിയപ്പോൾ തന്നെ നല്ല അടിപൊളി മഴ കിട്ടിയിട്ടോ. അപ്പോൾ ഞങ്ങൾ മഴ കുറഞ്ഞപ്പോൾ ഓടാണ് ഗൈസ്, ഞാനും കുഞ്ഞിനും. അങ്ങനെ ദേ നമ്മളിവിടെ എത്തി. ഭരതം ഹെറിറ്റേജിലാണ് നമ്മൾ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതാണ് നമുക്ക് ബസ് ഇറങ്ങുമ്പോൾ അടുത്തുണ്ടായിരുന്നത്. അപ്പോൾ അത് തന്നെ ബുക്ക് ചെയ്തു. അതിൻ്റെ എൻട്രൻസിലെത്തിയപ്പോഴേക്കും നമുക്ക് മഴയൊക്കെ കിട്ടി. അങ്ങനെ നമ്മൾ അതും തുറന്നിട്ടാണ് റൂമിലേക്ക് വന്നത്. ഈ ഒരു ഹെറിറ്റേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു വലിയ വീടാണ്. ഈ വീട്ടിൽ 6 റൂമുകളാണ് ഉള്ളത്. 6ഉം അറ്റാച്ച്ഡ് ബാത്റൂം ആയിട്ടുള്ളതാണ്. പണ്ടത്തെ ഒരു മോഡലാണ് ഈ ഒരു വീട് മൊത്തത്തിലുണ്ടായിരുന്നത്. പക്ഷേ നല്ല സ്പേഷ്യസ് ആയിരുന്നു. ഇത് അതിൻ്റെ ബാൽക്കണിയാണ്. നല്ല ലാവിഷ് ആയിട്ടുള്ളൊരു ബാൽക്കണിയൊക്കെ ഉണ്ട്. പിന്നെ ഈ ഒരു ഹെറിറ്റേജിൻ്റെ അറ്റ്മോസ്ഫിയറും എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മൾ നേരത്തെ ഇറങ്ങേണ്ടതായിരുന്നു ശരിക്കും. പക്ഷേ നമ്മളെല്ലാവരും ഒരുങ്ങി കുളിച്ചൊക്കെ ഇറങ്ങിയപ്പോൾ ഏകദേശം നേരമൊക്കെ വെളുത്തു. ഇതാണ് നേരം വെളുത്തിട്ട് ഇതിൻ്റെ മുറ്റമൊക്കെ ഇങ്ങനെയാണ് കാണാനുള്ളത്. അമ്മയ്ക്ക് ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ ഒരു റൂമും വീടും ഒക്കെ അറ്റ്മോസ്ഫിയറും ഒക്കെ ഒരു ഫംഗ്ഷനൊക്കെ നടത്താൻ പറ്റിയൊരു ആംബിയൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് വന്നു. അത്യാവശ്യം ഒരു 1.5 മണിക്കൂറോളം ഉണ്ടായിരുന്നു അവിടെ നിന്ന് നമുക്ക് കൊട്ടിയൂർ അമ്പലത്തിലോട്ട്. അപ്പം ഇറങ്ങിയിട്ട് നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് നടക്കാണ് ഉണ്ടായത്. കാരണം നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ വണ്ടിയൊക്കെ കൊണ്ടുവരാണെച്ചെങ്കിൽ ഏകദേശം ഒരു ബ്ലോക്ക് കാണുമ്പോൾ തന്നെ നമ്മൾ ഏതെങ്കിലും ഒരു പാർക്ക് ഏരിയയിൽ കൊണ്ടിടുക, എന്നിട്ട് അവിടെ നിന്ന് നടക്കുക. അതായിരിക്കും ബെറ്റർ കേട്ടോ. അപ്പോൾ നമ്മളൊരു റൂമല്ല, നമ്മളൊരു വീട്ടിലാണ് നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തത്. എന്നിട്ട് പിന്നെ അവിടെ നിന്ന് നടക്കാനുണ്ടായത്. നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലായിടത്തും കാണുന്ന പോലെ കുറേ കടകളുണ്ടായിരുന്നു ഭക്ഷണം കഴിക്കാനും. അല്ലാതെ ഈ അമ്പലങ്ങളിലൊക്കെ കണ്ടുവരുന്ന ഈ ഫാൻസി കടകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളിവിടെ എത്തി. ഒന്ന് അക്കരയും ഒന്ന് ഇക്കരയും ഉണ്ടായിരുന്നു. കുറച്ച് കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു, നമുക്ക് അക്കരെ പോകണോ ഇക്കരെ പോകണോ എന്നൊക്കെ. പിന്നെ നമ്മൾ ചോദിച്ചപ്പോൾ അക്കരയ്ക്കാണ് ആദ്യം പോയി തൊഴേണ്ടത്, എന്നിട്ടാണ് ഇക്കരയ്ക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ അക്കരയ്ക്ക് എൻ്റർ ചെയ്തു. എൻ്റർ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഉള്ളിലും ഒരുപാട് കടകളും നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ, ബജികളുടെ കട, കുറേ കുങ്കുമങ്ങളുടെ കട, അങ്ങനെ ഇഷ്ടംപോലെ കടകളുണ്ട് ഇവിടെ. ഞങ്ങളിതൊന്നും പർച്ചേസ് ചെയ്തൊന്നുമില്ല, ജസ്റ്റ് ഇതൊക്കെ ഒന്ന് കണ്ട് നടക്കാം. ഇവിടെ നിന്ന് അങ്ങോട്ടാണ് റെഡിക്കത്തെ കഥ സ്റ്റാർട്ടാവുന്നത്. കാരണം ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ ക്യൂ നിന്ന് വേണം അമ്പലത്തിൻ്റെ അകത്തോട്ട് കയറാൻ വേണ്ടിയിട്ട്. അപ്പം ആദ്യമൊക്കെ നമ്മൾ നല്ല വൈബായി നല്ല രസത്തിലൊക്കെ ആയിരുന്നു നിന്നത്. അപ്പം ഫസ്റ്റ് തന്നെ എൻ്റർ ചെയ്യുമ്പോൾ നമുക്കിത് ഇതുപോലെ ഒരു പുഴയാണ് കാണുന്നത്. ഇതിനെ പുഴ എന്നില്ലേ പറയാ. ഇവിടെ നിറയെ പേര് ഇതേ കുളിക്കുന്നുണ്ട്, കണ്ടില്ലേ. ഇവിടെ ശരിക്കും മുങ്ങി കുളിച്ചിട്ട് വേണം നമ്മൾ അമ്പലത്തിൻ്റെ അകത്തോട്ട് പോകാമെന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ നമുക്ക് നല്ല പേടിയാണ്. നമ്മൾ വരണേന് കുറച്ച് ദിവസം മുന്നേ തന്നെ ഇവിടെ ഒഴുക്കിപ്പെട്ട് 3-4 ആളുകൾ മരിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. അച്ഛനങ്ങനെ ഡൗട്ട് ക്ലിയർ ചെയ്തു. ശരിക്കും നമ്മൾ ഈ പുഴയിൽ മുങ്ങി കുളിക്കേണ്ട കാര്യമൊന്നുമില്ല. വെള്ളം തലയിൽ തെളിച്ചിട്ടും അമ്പലത്തിലോട്ട് കയറാൻ വേണ്ടി പറ്റും. ഇവിടെയാണെങ്കിൽ ഇഷ്ടംപോലെ പേരാണ് മുങ്ങി കുളിക്കാനുള്ളത്. ഇത് ബാത്റൂമിൻ്റെ ക്യൂ ആണ് കേട്ടോ. കുറേ നേരം നിന്നിട്ട് ബാത്റൂമിലൊക്കെ പോയിട്ടാണ് നമ്മൾ വന്നത്. അതെന്തുകൊണ്ടും നന്നായി. കാരണം നമ്മൾ രാവിലെ അമ്പലത്തിലോട്ട് കയറാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ രാത്രിയായിട്ടാവും അവിടെ നിന്നിട്ട് ഇറങ്ങേണ്ടി വരിക. അപ്പം എല്ലാവരും വന്ന് ബാത്റൂമിലൊക്കെ പോയിട്ട് അമ്പലത്തിൻ്റെ അവിടെ ക്യൂ നിന്നാൽ മതി കേട്ടോ. അപ്പം ഇത് അവിടെ തന്നെ
തന്നെയുള്ള പുഴയുടെ അരികിലുള്ള ഒരു പ്ലേസ് ആണ്. ഈ ഒരു സ്ഥലം ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്ലേസ്. നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണ്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എവിടെയെങ്കിലും കണ്ട പോലെ തോന്നുന്നുണ്ടോ ഗൈസ്? എനിക്കും എൻ്റെ കൂടെയുള്ളവർക്കും അങ്ങനെ തോന്നി. ഇത് നരനിലെ നമ്മുടെ ലാലേട്ടൻ നീന്തി വരുന്ന മറ്റേ പുഴയുടെ പോലെയൊക്കെ എനിക്ക് തോന്നി കേട്ടോ. നല്ല ഭംഗിയില്ല, നല്ല തണുവുള്ള വെള്ളമായിരുന്നു. പിന്നെ ഇവിടുത്തെ കല്ലുകളൊക്കെ കണ്ടില്ലേ, നല്ല എന്താ പറയുക, ഈ കല്ലുകൾ എന്ത് പറയുന്നത് എനിക്കറിയില്ല. പക്ഷേ ഈ കല്ലുകൾ വളരെ സ്പെഷ്യാലിറ്റി ഉള്ള കല്ലുകളാണ്. ഇത് കൊട്ടിയൂരിൻ്റെ ഒരു സ്പെഷ്യാലിറ്റിയാണ്. ഇവിടുത്തെ 2 കല്ലുകൾ എടുത്ത് ഉരച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്കതിൻ്റെ ഒരു കുറി കിട്ടും. അത് നമുക്ക് നെറ്റിയിൽ തൊടാൻ വേണ്ടി പറ്റും. അപ്പം അമ്മ അതൊക്കെ എടുത്ത് ഉരച്ച് ഞങ്ങൾക്ക് കുറിയൊക്കെ തൊട്ട് തന്നു കേട്ടോ. ചുവന്ന കല്ലാണ് ഉരയ്ക്കുന്നതെങ്കിൽ ചുവന്ന തരത്തിലുള്ളൊരു കുറിയും, വെള്ളക്കല്ലാണ് ഉരയ്ക്കുന്നതെങ്കിൽ വെള്ളക്കുറിയും കിട്ടും കേട്ടോ. അപ്പം ഇതിൽ കുക്കു മാത്രം തൊട്ടില്ല. അവനധികം അതിലൊന്നും വിശ്വാസമില്ല. അവൻ സയൻറ്റിഫിക്കായിട്ട് അതിനെന്തെങ്കിലും കാരണമുണ്ടെന്ന് പറഞ്ഞ് കുറി തൊടാതെ നിൽക്കുകയാണ്. ബാക്കി ഞങ്ങളെല്ലാവരും തൊട്ടു. ഇനിയാണ് നമ്മൾ ശരിക്കും അമ്പലത്തിലോട്ട് എൻ്റർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് മുന്നേ നമ്മൾ ചെരുപ്പൊക്കെ ഊരി സേഫാക്കി വെച്ചു. അങ്ങനെ നമ്മൾ ക്യൂ നിൽക്കാൻ വേണ്ടി പോവുകയാണ്. ക്യൂ എന്ന് പറഞ്ഞാൽ ഒരു 1.5 ക്യൂ ആണ്. പിന്നെ ഒരു ആശ്വാസം ചുറ്റിനും നല്ല സീനറീസ് ഉണ്ട് എന്നത് മാത്രമാണ്. ഈ ഒരു ക്യൂ ഏകദേശം 4 to 5 മണിക്കൂർ ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ വയ്യാതായിപ്പോയി ഗൈസ്. കാരണം നമ്മൾ നേരെ ട്രാവൽ ചെയ്ത് വന്നതാണ്, നമ്മൾ ഫുഡ് കഴിച്ചിട്ടില്ല. അപ്പം അതുകൊണ്ടൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നിന്ന് മനുഷ്യന് വയ്യാതായിപ്പോയി. ഒരുപാട് ആളുകൾ തിങ്ങി നിറഞ്ഞ് സഫോക്കേഷനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഹൈറ്റ് കുറവുള്ളവർക്കൊക്കെ ഭയങ്കര സഫോക്കേഷനായിരിക്കും. ചിലവരൊക്കെ തലകറങ്ങി അവരെയൊക്കെ കൊണ്ടുപോയി. അതിനിടയിൽ 2-3 തവണ മഴയും പെയ്ത് നനഞ്ഞ് കുതിർന്നിട്ടായിരുന്നു നിൽക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു അമ്പലത്തിലേക്ക് വന്നിട്ട് എനിക്ക് ഈ ഒരു കാര്യമാണ് തീരെ ഇഷ്ടമല്ലാത്തത്. അപ്പോൾ എങ്ങനെ വന്ന ഞാൻ ഇപ്പം ഇതിങ്ങനെ ഇരിക്കുന്നതായി. കാരണം മഴ പെയ്തിട്ട് ആകെ ഭൂതക്കാലിയുടെ പോലെയായി. അങ്ങനെ നമ്മളിത് ഏകദേശം അമ്പലത്തിലോട്ട് എൻ്റർ ആവാറായി. ഇത് കാണുമ്പോൾ ഷോർട്ട് ടൈമാ തോന്നും, പക്ഷെ അല്ല. ഞാൻ പറഞ്ഞല്ലോ 4-5 മണിക്കൂർ നിന്നിട്ടാണ് നമ്മൾ ഇങ്ങോട്ടെങ്കിലും എത്തിപ്പെട്ടത്. ഇവിടെ എത്തിപ്പെട്ടപ്പോൾ കണ്ട കാഴ്ചയാണിത്. കണ്ടില്ലേ ഗൈസ്, എത്ര പേരാണ് കൊട്ടിയൂർ വന്നിട്ടുള്ളത്. ഇതൊരു സീസൺ ടൈം ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ്. നമ്മളിത് ഫ്രൈഡേ ആണ് വന്നിട്ടുള്ളത്. അപ്പം വീക്കെൻഡ് ഡേയ്സിലൊക്കെ ആണെച്ചെങ്കിൽ പറയേ വേണ്ട, നല്ല രസമായിരിക്കും. അപ്പം അവിടെ കുറച്ച് പൂജാരിമാരൊക്കെ നിന്ന് ചന്ദനോ എന്തോ അരയ്ക്കുന്നൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ വെള്ളത്തിലൂടെയാണ് ഈ ഒരു അമ്പലം ഉള്ളത്. അപ്പം ഇതിലൂടെ നടന്നിട്ട് വേണം നമ്മൾ ഫുൾ അമ്പലം കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ വെള്ളത്തിൽ നടക്കുന്നത് എനിക്ക് പൊതുവേ ഇഷ്ടമുള്ള കാര്യമാണ്. എനിക്ക് അതുകൊണ്ട് അത് ഇഷ്ടപ്പെട്ടു. പിന്നെ അവിടെ നിന്ന് നമ്മൾ നല്ല വിശപ്പുള്ളതുകൊണ്ട് തന്നെ അവിടെ നിന്ന് കുറച്ച് ഉണ്ണിയപ്പവും പായസവും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനൊരു ഉണ്ണിയപ്പം എടുത്തു. ഇവിടെ പ്രാർത്ഥിച്ചിട്ട് കല്ലെടുത്ത് വെക്കുന്ന കുറച്ച് സ്ഥലങ്ങളുണ്ട്. നമ്മൾ ഏതെങ്കിലും ഒരു കല്ലെടുത്തതിന് ശേഷം എന്തെങ്കിലും ആഗ്രഹം മനസ്സിൽ വിചാരിച്ച് അവിടെ വെച്ച് കഴിഞ്ഞാൽ അത് സാധിക്കും എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ നമ്മളിതേ ആടിയ നെയ്യൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. എനിക്കെന്തോ ഈ പേര് പറയുമ്പോൾ ചിരി വരും. നിങ്ങൾ ആരെങ്കിലും ഇതിന് മുന്നേ ഇത് വാങ്ങിച്ചിട്ടുണ്ടോ ഗൈസ്? അങ്ങനെ നമ്മൾ അവിടുത്തെ ആനകളെയൊക്കെ കണ്ട് തിരിച്ചു പോന്നു. നമുക്ക് ഇക്കരെ പോകാൻ പറ്റിയില്ല, കാരണം അതിനുള്ള എനർജി ഇല്ലായിരുന്നു ഗൈസ്. പിന്നെ അക്കരെ പോലെ തന്നെയാണ് ഇക്കരയും, സ്പെഷ്യാലിറ്റി ഒന്നുമില്ല എന്നാണ് പറഞ്ഞത്. അപ്പം ശരിക്കും പറഞ്ഞാൽ അക്കരയിൽ നിന്നുള്ള വിഗ്രഹം ഇക്കരെ കൊണ്ട് പ്രതിഷ്ഠിക്കുന്നു, അത്രയേ ഉള്ളൂ. അപ്പം നമ്മൾ തിരിച്ചു പോന്നു. നമ്മൾ തിരിച്ചു പോകുന്ന വഴി ഫുഡൊക്കെ കഴിച്ചിട്ടാണ് വന്നത്. പക്ഷേ എനിക്കതൊന്നും എടുക്കാനുള്ള ഒരു ശേഷി ഉണ്ടായിരുന്നില്ല. ഞാൻ കാറിൽ കിടന്ന് അത്യാവശ്യം നല്ല രീതിയിൽ ഉറങ്ങി. എന്നിട്ട് കണ്ണ് തുറന്ന് നോക്കുമ്പോഴേക്കും നമ്മൾ പറശ്ശിനിക്കട എത്തി ഗൈസ്. അപ്പം അമ്മ പറയാണ് ഉണ്ടായത്, എന്തായാലും ഈ വഴി വന്നു, അപ്പം നമ്മൾ പറശ്ശിനിക്കടവ് കണ്ടിട്ട് പോകാമെന്ന്. കൊട്ടിയൂരിൽ നിന്ന് ഏകദേശം ഒരു 1.5 മണിക്കൂർ ട്രാവൽ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പറശ്ശിനിക്കടവ് എത്തി. ഇവിടുത്തെ സ്പെഷ്യാലിറ്റി ഉണക്കമീനും ഇതുപോലെ പട്ടിക്കുട്ടികളും ആണെന്നാണ് അമ്മ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇവിടെ അമ്പലത്തിൻ്റെ ഉള്ളിലും പുറത്തൊക്കെ ആയിട്ട് നിറയെ പട്ടികളുണ്ടായിരുന്നു. അപ്പോൾ മുത്തപ്പൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു വാഹനമോ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരു ഇതാണ് പട്ടികൾ.
അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് അതിൻ്റെ ഉള്ളിൽ ക്യാമറ അലൗഡ് അല്ല, അതുകൊണ്ട് ഞാൻ ഫോണൊന്നും എടുത്തില്ല. പിന്നെ ഇവിടെ നല്ല ബോട്ടിംഗ് സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ നമ്മൾ ബോട്ടിങ്ങിന് പോയില്ല. നമുക്ക് അച്ഛനും അമ്മയ്ക്കൊന്നും അത്ര ഇൻട്രസ്റ്റ് ഇല്ല, അവർക്ക് നല്ല പേടിയായിരുന്നു ഗൈസ്. അങ്ങനെ ഇതാണ് നമ്മുടെ മുത്തപ്പൻ. പിന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഈ പട്ടിക്കുട്ടികളുടെ വിഗ്രഹങ്ങൾ പോലെ കുറച്ച് രൂപങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് എനിക്കിഷ്ടപ്പെട്ടു, എനിക്കും അവരെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നമ്മളിതേ അവിടെ തൊഴുതിറങ്ങി. അത് വലിയൊരു അമ്പലമൊന്നുമല്ല, ജസ്റ്റ് ഒന്ന് നമ്മുടെയൊക്കെ നാട്ടിൽ കാണുന്ന പോലത്തെ ഒരു അമ്പലം തന്നെയാണ് അതും. അപ്പം അവിടെ പോയിട്ട് പ്രാർത്ഥിച്ച് വേഗം തന്നെ ഇറങ്ങി. നമ്മൾ ചായയൊക്കെ കുടിച്ചു. അതിനുശേഷം എനിക്ക് അച്ഛനൊരു കമ്മലൊക്കെ വാങ്ങി തന്നു. നല്ല ഭംഗിയുള്ളൊരു കമ്മലായിരുന്നു. പിന്നീട് ഞാനൊന്നും എടുത്തില്ല ഗൈസ്. അപ്പം അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ ഗൈസ്.